മധ്യകാല ഇന്ത്യയെപ്പറ്റി അറിയണ്ടേ? പക്ഷേ നമുക്ക് കാണാൻ പോകുന്നത് 3 വിദേശ സഞ്ചാരികളുടെ കണ്ണിലൂടെയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ നാടിനെ ഒരു പുറത്തുനിന്നുള്ളയാൾ ആദ്യമായി കാണുമ്പോൾ അവരെന്തൊക്കെയാവും ശ്രദ്ധിക്കുക? അപ്പോൾ നമ്മുടെ ഗൈഡുകൾ ഒരു പണ്ഡിതൻ, ഒരു സാഹസികൻ, പിന്നെ ഒരു വിമർശകനാണ്. 3 പേരും കണ്ടതും 3 തരം ഇന്ത്യയാണ്. നമുക്ക് അൽബിറൂണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. 11ാം നൂറ്റാണ്ടിലെ ഒരു സൂക്ഷ്മദൃക്കായ പണ്ഡിതൻ. അദ്ദേഹം ഇന്ത്യയിലെത്തിയത് ഗസ്നിയിലെ മഹ്മൂദിന്റെ കൂടെയാണ്. പക്ഷേ അദ്ദേഹത്തിന് താൽപ്പര്യം അറിവിലായിരുന്നു, അല്ലാതെ യുദ്ധത്തിലല്ല. അദ്ദേഹം കണ്ടതും പഠിച്ചതുമെല്ലാം കിതാബുൽ ഹിന്ദ് എന്ന പ്രശസ്തമായ പുസ്തകത്തിൽ രേഖപ്പെടുത്തിവെച്ചു. പക്ഷേ ഇതത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല കേട്ടോ. സംസ്കൃതം ഭാഷയും ഇവിടുത്തെ ആചാരങ്ങളുമൊക്കെ ഒരു തടസ്സമായിരുന്നു. ജാതിവ്യവസ്ഥയെപ്പറ്റി മനസ്സിലാക്കാൻ അദ്ദേഹം അതിനെ പുരാതന പേർഷ്യൻ സമൂഹവുമായി താരതമ്യം ചെയ്തു നോക്കി. ഇനി നമുക്ക് 14ാം നൂറ്റാണ്ടിലേക്ക് പോകാം. ഇത്തവണ നമ്മുടെ കൂടെയുള്ളത് ലോകസഞ്ചാരിയായ ഇബൻ ബത്തൂത്തയാണ്. ചരിത്രം കണ്ട ഏറ്റവും വലിയ സഞ്ചാരികളിലൊരാൾ. ആഫ്രിക്കയും ഏഷ്യയുമൊക്കെ ചുറ്റിക്കറങ്ങിയ ആളാണ്. അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലമാണ്. തന്റെ അനുഭവങ്ങൾ റിഹ്ല എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അൽ-ബിറൂണിയിൽ നിന്ന് വ്യത്യസ്തമായി ബത്തൂത്ത നമുക്ക് കാണിച്ചു തരുന്നത് സാധാരണക്കാരുടെ ഇന്ത്യയാണ്. തിരക്കേറിയ നഗരങ്ങൾ. അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചത് ഇവിടുത്തെ പോസ്റ്റൽ സിസ്റ്റമാണ്. 2 തരം സംവിധാനങ്ങൾ ഭയങ്കര കാര്യക്ഷമമായിരുന്നു. അവസാനമായി നമുക്ക് ഫ്രാങ്കോയിസ് ബെർണിയറെ പരിചയപ്പെടാം. 17ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഒരു ഫ്രഞ്ച് ഡോക്ടർ. മുഗൾ ഇന്ത്യയിലെത്തിയ ബെർണിയർ എപ്പോഴും ഇന്ത്യയെയും യൂറോപ്പിനെയും താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുതരം നിരന്തരമായ വിലയിരുത്തൽ. അദ്ദേഹത്തിന്റെ ആശയം തന്നെ ബൈനറി ഓപ്പോസിഷൻ എന്നായിരുന്നു. അതായത് യൂറോപ്പിന്റെ നേരെ വിപരീതമായി ഇന്ത്യയെ കാണുക. സ്വകാര്യ ഭൂവുടമസ്ഥത ഇല്ലാത്തതാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അതായിരുന്നു ഏറ്റവും വലിയ വ്യത്യാസവും. ഇതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ ഒരു ഇടത്തരം വർഗമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നുകിൽ പണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ, അത്രമാത്രം. അതുപോലെ ഇവിടത്തെ കരകൗശല തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹം എഴുതി. അപ്പോൾ നോക്കൂ, ഒരേ സ്ഥലം, പക്ഷേ 3 പേർ കണ്ടത് 3 തരത്തിലാണല്ലേ. പണ്ഡിതൻ, സാഹസികൻ, വിമർശകൻ ഓരോരുത്തരും അവരവരുടെ കണ്ണിലൂടെയാണ് ഇന്ത്യയെ കണ്ടത്. അവരുടേതായ രീതിയിൽ വിവരിച്ചു. അതുകൊണ്ട് അവരുടെ വിവരണങ്ങൾ കേവലം ചരിത്രമല്ല, മറിച്ച് ലോകം ഇന്ത്യയെ എങ്ങനെയാണ് കണ്ടത് എന്നതിലേക്കുള്ള ഒരു ജാലകമാണ്. ഇവിടെയാണ് പ്രധാന ചോദ്യം വരുന്നത്. പുറത്തുനിന്നുള്ള ഈ കാഴ്ചപ്പാടുകൾ നമ്മുടെ സ്വന്തം ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണയെ എങ്ങനെയാണ് മാറ്റുന്നത്?